അവസരം മുതലാക്കുവാൻ പിഷാരടിയും മാരാരും. അവസരങ്ങൾ വന്നാൽ ആരും ഉപയോഗിക്കും, പ്രത്യേകിച്ച് രാഷ്ട്രീയത്തിൽ. അത് നമുക്ക് ആരെയും കുറ്റം പറയുവാൻ സാധിക്കില്ല. എന്നാൽ രാഹുൽ വിഷയത്തിൽ കൂടെ നടന്ന കട്ടപ്പ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ കുഴി തോണ്ടിയത്. പാലക്കാട് തിരഞ്ഞെടുപ്പ് സമയത്ത് സന്തത സഹചാരിയായി കൂടെ നടന്ന കട്ടപ്പയാണ് രാഹുലിൻ്റെ സകല പേഴ്സണൽ വിവരങ്ങളും ചോർത്തി പുറത്തുവിട്ടത്. അതാണ് നമ്മൾ ഇന്ന് കാണുന്ന ഈ അവസ്ഥയിലെത്തിയത്. ഈ അവസരം മുതലെടുത്ത് ഉടൻ തന്നെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവിയിൽ തനിക്ക് എത്താമെന്ന് ആ കട്ടപ്പ കരുതി. പക്ഷേ കാര്യങ്ങളെല്ലാം പാളി, ജനവികാരം എതിരായി. ഈ അവസരത്തിൽ അദ്ദേഹത്തിൻ്റെ തിരിച്ചെടുക്കപ്പെട്ട ആ പദവിയിലേക്ക് കട്ടപ്പ വന്നാൽ ജനങ്ങൾ കൊന്നുകൊലവിളിക്കും എന്ന് ഭയപ്പെട്ടാവാം ആ ഒരു വിഷയത്തിൽ ഇതുവരെ, ആ ഒരു സീറ്റിൽ ഇതുവരെ ആരെയും കേക്കച്ചനും സംഘവും പ്രതീക്ഷിച്ചിട്ടില്ല. നമുക്ക് മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിച്ചാൽ കാണാം, കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ എങ്ങനെയെങ്കിലും നുഴഞ്ഞു കയറി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് ഒരു സീറ്റ് ഒപ്പിക്കുവാൻ നടക്കുന്ന രണ്ടു പേരുണ്ട്. ഒന്ന് ഒരു മിമിക്രിക്കാരൻ രമേഷ് പിഷാരടി. അദ്ദേഹം കഴിഞ്ഞ ഏതാനും വർഷമായി ഇങ്ങനെ കുറുകി നടക്കുന്നുണ്ട് ഒരു അവസരത്തിനായി. ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹം ഒരു പരാമർശം നടത്തി. സാധാരണഗതിയിൽ സത്യസന്ധമായി തുറന്ന് പ്രതികരിക്കുന്ന, ആരെയും ഭയപ്പെടാതെ വളരെ സരളമായ രീതിയിൽ കുറുക്കിക്കൊള്ളുന്ന രീതിയിൽ പ്രതികരിക്കുന്ന ഒരാളാണ് ഈ രമേഷ് പിഷാരടി. അതുകൊണ്ട് തന്നെ രമേഷ് പിഷാരടിയോട് ആളുകൾക്കൊരു താല്പര്യവും ഒക്കെ ഉണ്ടായിരുന്നു. എന്നാൽ രാഹുൽ വിഷയത്തിൽ അദ്ദേഹം ഇന്ന് പ്രതികരിച്ചത് എങ്ങും തൊടാതെയാണ്. തന്നെ പോലുള്ള ഒരു ചെറുപ്പക്കാരൻ, ഒരു ആർട്ടിസ്റ്റായ പിഷാരടിക്കറിയാം ആ പ്രായത്തിൽ ഇത്തരം പലതരത്തിലുള്ള ബന്ധങ്ങൾ വരും, തങ്ങളെ പലരും സമീപിക്കും, എത്രയൊക്കെ ഒഴിഞ്ഞു പോകാൻ ശ്രമിച്ചാലും തങ്ങളുടെ പുറകെ വരും, ഫ്ലർട്ട് ചെയ്യും. ഇതൊക്കെ സ്വാഭാവികമാണ്, ആ പ്രായത്തിൽ നടക്കുന്നതാണെന്ന് അറിയാമെന്നിരിക്കെ അദ്ദേഹം രാഹുൽ മാങ്കൂട്ടത്തെ കുറ്റപ്പെടുത്തുകയുണ്ടായി. എന്നാൽ അദ്ദേഹം വേറൊരു കാര്യം കൂടെ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ആ പദവികൾ തിരികെ എടുത്തത് ശരിയായില്ല, ഒരു അന്വേഷണം നടക്കാതെ, ഒരു വിധി വരാതെ അദ്ദേഹത്തിൻ്റെ ആ പദവി തിരികെ എടുത്തത് നന്നായില്ല എന്ന് പറഞ്ഞു. എനിക്ക് ചോദിക്കുവാനുള്ളത്, വിധി വരുവാൻ എന്ന് പറഞ്ഞാൽ എന്ത് വിധിയാണ് വരേണ്ടുന്നത്? നമ്മളെല്ലാവരും ചിന്തിക്കേണ്ടത് ഒരു സുപ്രധാനമായ ഒരു പോയിന്റാണ്. രാഹുൽ വിഷയത്തിൽ എന്ത് വിധിക്കായി, ആരുടെ വിധിക്കായി ആണ് കാത്തിരിക്കേണ്ടുന്നത്? ഇവിടെ നിയമപരമായി നിലനിൽക്കുന്ന ഒരു പരാതിക്കാരില്ല, ഒരു വിക്ടിമിൻ്റെ പരാതിയില്ല, വിക്ടിമിൻ്റെ പരാതിയിന്മേൽ ഒരു കേസില്ല. കോൺഗ്രസ് പ്രസ്ഥാനമായിക്കോട്ടെ, തങ്ങളുടെ ഒരു പ്രവർത്തനത്തിന് നേരെ ഇത്തരം ഒരു ആരോപണം വന്നപ്പോൾ സാധാരണ ഒരു ഗതിയിൽ ഒരു അന്വേഷണ കമ്മീഷനെയൊക്കെ നിയോഗിക്കാറുണ്ട്. ഇത് തുടക്കത്തിൽ തന്നെ കേക്കച്ചൻ പ്രഖ്യാപിച്ചു, ഞങ്ങളൊരു അന്വേഷണവും നടത്തത്തില്ല, ഒരു അന്വേഷണ കമ്മീഷനുമില്ല. ചുരുക്കത്തിൽ ആരുടെ റിപ്പോർട്ടാണ് ഇനി വരാനിരിക്കുന്നത്? ഏത് കോടതിയുടെ വിധിയാണ് ഈ ഒരു വിഷയത്തിൽ വരാനിരിക്കുന്നത്? ഇത് വളരെ ഒരു ബുദ്ധിപൂർവമായ ഒരു കളിയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇതുകൊണ്ടാണ് i2 ന്യൂസ് ഈ വിഷയത്തിൽ ശക്തമായി പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ ബോധപൂർവമാണ്. ഒരു കേസ് ഇവിടെ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടില്ല, കോടതിയുടെ പരിഗണനയിൽ ഇങ്ങനെ ഒരു വിക്ടിമിൻ്റെ പരാതിയില്ല, കോൺഗ്രസ് പാർട്ടി ഒരു അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു വിധിയും ഈ വിഷയത്തിൽ വരാനിരിക്കില്ല. ഇതിൽ ഏക വിധികർത്താവും വിധി പ്രസ്താവിച്ചയാളും കേക്കച്ചനാണ്. കേക്കച്ചനാവട്ടെ എൻ്റെ ഉത്തമ ബോധ്യത്തിൻ്റെ, എൻ്റെ നിലപാടിൻ്റെ അടിസ്ഥാനത്തിൽ എടുത്ത തീരുമാനമാണ്. ഇതിൽ നിന്ന് ഇവിടുത്തെ ജനങ്ങൾ മുഴുവൻ കടലിരമ്പി വരുന്നത് പോലെ വന്നാലും അതിൽ മാറ്റമില്ല എന്നും പറഞ്ഞ് ഇയാൾ നിൽക്കുകയാണ്. ഇവിടെയാണ് ഈ പ്രസ്താവനയുടെ പ്രസക്തി. ആരുടെ വിധി? ഏത് വിധി വന്നാൽ രാഹുലിന് തിരികെ വരാൻ പറ്റും? ഒരു കേക്കച്ചൻ്റെ, സഖാവു കേക്കച്ചൻ്റെ പിടിവാശി എന്നത് മാത്രമാണ് ഇവിടെ വിഷയം. അതുകൊണ്ട് തന്നെ ഇവിടെ ഈ വിഷയത്തിൽ, രാഹുൽ വിഷയത്തിൽ ഒരു വിധിയും ഇവിടെ വരുവാൻ ഇല്ല എന്നിരിക്കെ ഇത് അനന്തമായി നീട്ടിക്കൊണ്ടുപോകുവാനുള്ള ഒരു ശ്രമമാണ് ഇവിടെ നടക്കുന്നത്. രമേഷ് പിഷാരടിയെ പോലുള്ള യുവാക്കൾ പറയണമായിരുന്നു, അതിലെന്താണ് തെറ്റ്? ഈ പ്രായത്തിൽ അത്തരം ചപലതകളൊക്കെ സാധാരണമാണ്. അതില്ലാത്ത ഏത് നേതാക്കന്മാരാണ് ഉള്ളത് എന്നൊരു ചോദ്യം ചോദിക്കുകയും അതോടൊപ്പം തന്നെ ഇപ്രകാരം ഒരു പരാമർശം കൂടി നടത്തുകയായിരുന്നുവെങ്കിൽ അതായിരുന്നില്ലേ ശരി? അതുപോലെ തന്നെ അഖിൽ മാരാർ എന്ന് പറയുന്ന ഒരാൾ, ഇദ്ദേഹവും ഖദറൊക്കെ ഇട്ട്
വി.ഡി. സതീശന്റെ പുറകെ പലപ്പോഴും നടക്കുന്നത് കണ്ടിട്ടുണ്ട്. ഇവനാണ് യഥാർത്ഥത്തിൽ ശരിക്ക് കേക്കച്ചനെ സുഖിപ്പിച്ച് എങ്ങനെയെങ്കിലും ആ പ്രതികരണം കേട്ട് കേക്കച്ചനെ സുഖിച്ച് തനിക്ക് വരുന്ന തവണ എവിടെയെങ്കിലും ഒരു സീറ്റ് തരും എന്ന് കരുതിയാവണം ഈ അവസരവാദിയായ ഈ അഖിൽ മാരാർ രാഹുലിനെ ഈ വിഷയത്തിൽ ശക്തമായി കുറ്റപ്പെടുത്തിയത്. ഇപ്രകാരം ഒരു കേക്കച്ചൻ വിധി പ്രസ്താവന നടത്തിയ അന്നേരം തന്നെ ഇയാൾ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. എന്നോട് പല പെൺകുട്ടികളും വന്ന് എന്നോട് പരാതി പറഞ്ഞിരുന്നു രാഹുലിനെ കുറിച്ച്, ഇയാൾക്ക് ഇത്തരത്തിലുള്ള സ്വഭാവ ദൂഷ്യങ്ങളുണ്ട്, ആള് ശരിയല്ല എന്നൊക്കെ എന്നോട് പറഞ്ഞു. ഈ എന്നോട് പറയാൻ ഇവനാര്? സകല പെണ്ണുങ്ങളോടും കിന്നരിച്ച് കൊഞ്ചിച്ച് കൊഴിഞ്ഞ് നടക്കുന്ന ഇവനാര് പറയുവാൻ? അത്തരത്തിൽ ഒരു പരാമർശം ഇദ്ദേഹം നടത്തുകയുണ്ടായി. അതുപോലെ ഇപ്രകാരം ഒരു നടപടിയെടുത്ത കേക്കച്ചനെ ഇവൻ വാനോളം പുകഴ്ത്താനും മറന്നില്ല. ഇതെല്ലാം എന്തിനാണെന്ന് ഈ കേരളത്തിലുള്ള അരിയാഹാരം കഴിക്കുന്ന ആർക്കും മനസ്സിലാവും. കേക്കച്ചനെ സുഖിപ്പിച്ച് സ്വന്തം പാർട്ടി പോലും ഒറ്റപ്പെടുത്തുന്ന ഈ കേക്കച്ചനെ ഈ സമയത്ത് പുറകെ നിന്ന് തള്ളിക്കൊടുത്താൽ തനിക്ക് എന്തെങ്കിലും നേട്ടം കിട്ടുമെന്ന് കരുതി മാത്രമാണ് ഈ അവസരവാദിയായ ഈ മാരാൻ വന്ന് ഇപ്രകാരം ഒരു അഭിപ്രായ പ്രകടനം നടത്തിയത്. പക്ഷേ രാഹുലിനെ ഇഷ്ടപ്പെടുന്ന ഇവിടുത്തെ യുവാക്കൾ ഇവന്റെ ലക്ഷ്യം മനസ്സിലാക്കി ഇത് എന്ത് കണ്ടിട്ടാണ് മാരാർ എന്ന കാള വാലുപൊക്കുന്നത് എന്ന് മനസ്സിലായ ചെറുപ്പക്കാർ സമൂഹമാധ്യമത്തിൽ ഇവനെ പൊങ്കാലയിട്ടതോടുകൂടി ഏതാണ്ട് ആ നടപടികളും അവസാനിച്ചു. ഇന്ന് ഈ ഒരു വിഷയം നമ്മൾ പരാമർശിക്കുവാൻ കാരണം അല്പസമയം മുമ്പ് രമേഷ് പിഷാരടി മാധ്യമങ്ങളുടെ മുന്നിൽ നടത്തിയ ആ ഒരു അഭിപ്രായ പ്രകടനം കാണുവാൻ ഇടയായി. രാഹുലിനോടൊപ്പം പലപ്പോഴും നടന്നിട്ടുള്ള നല്ല ബന്ധമുള്ള ഒരു ചെറുപ്പക്കാരനായ രമേഷ് പിഷാരടി ഈ ഒരു അവസരത്തിൽ എല്ലാവരും ഒറ്റപ്പെടുത്തിയ രാഹുൽ മാങ്കൂട്ടത്തിന് എന്തെങ്കിലും ഒരു അദ്ദേഹത്തെ അനുകൂലിക്കുകയല്ല, എന്നാൽ സത്യസന്ധമായ രീതിയിൽ ഒരു അഭിപ്രായ പ്രകടനം അദ്ദേഹം നടത്തിയിരുന്നുവെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു പൊളിറ്റിക്കൽ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ ആ ഒരു അഭിപ്രായ പ്രകടനം സാധാരണഗതിയിൽ അദ്ദേഹത്തിൻ്റെ ഒരു നിലപാടിനോട് അടുത്ത് നിൽക്കുമായിരുന്നു. എന്നാൽ ഇത് പലരെയും പേടിച്ച് പലരെയും സുഖിപ്പിക്കുവാനുള്ള ഒരു ന്യൂട്രൽ സ്റ്റേറ്റ്മെൻ്റ് ആയി പോയി. ഇത് നമുക്ക് രമേഷ് പിഷാരടിയുടെ ആ പ്രതികരണം ഒന്ന് കണ്ടിട്ട് മടങ്ങി വരാം. നേരത്തെ തെരഞ്ഞെടുപ്പിന്റെ സമയത്താണ് അവസാനമായിട്ട് വന്നത്. ഇപ്പോ MLA ഇങ്ങനെ വലിയ തരത്തിൽ ലൈംഗിക ആരോപണമൊക്കെ നേരിട്ടിരിക്കുകയാണ്. അതിനോടൊക്കെ എങ്ങനെ നോക്കിക്കാണുന്നു? ആ രാഷ്ട്രീയമാണ്, ആരോപണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പലതരത്തിലെ എല്ലാ മേഖലയിൽപ്പെട്ട ആളുകൾക്കും ആരോപണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതൊക്കെ കോടതിയിലൊക്കെ എത്തി അതൊരു കേസ് തെളിഞ്ഞ് വരുന്നവരെ ആരോപിതർ മാത്രമായിട്ട് നിൽക്കുകയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അതിലിപ്പോൾ നമുക്ക് അറിയാത്തൊരു കാര്യം, നമ്മൾ മാധ്യമങ്ങളിലൂടെ കേട്ടുപരിചയം മാത്രമുള്ളൊരു കാര്യത്തെപ്പറ്റി അങ്ങനെ വ്യക്തമായിട്ടൊരു അഭിപ്രായം പറയുക എന്ന് പറയുന്നത് നമുക്ക് സാധിക്കില്ല. നമുക്കതിന് ഏതെങ്കിലും ഒരു സൊല്യൂഷൻ എത്തിയിട്ട് അതിൻ്റെ കൺക്ലൂഷൻ ആകാണ്ട് ഒരു അഭിപ്രായം പറയുന്നതിൽ കാര്യമില്ല. ഞാൻ അതാ പറഞ്ഞേ, അതിപ്പോൾ ഇതിനു മുമ്പ് ആരോപണങ്ങളുടെ ഒരു നിര തന്നെ വന്ന സമയത്തും ഒരുപാട് ആരോപണങ്ങൾ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒരു പ്രൂവ് ചെയ്യപ്പെടണം എന്തായാലും പറയുന്നതിനകത്തുനിന്ന്. ഈ സന്ദേശങ്ങൾ ഇതൊക്കെ പുറത്തു വന്നു. പുള്ളി ഒരു MLA ആണ്, അപ്പോൾ കുറച്ച് ജാഗ്രത പുലർത്താവുന്നതാണ്. പിന്നെ ഇപ്പം നമ്മൾ പല സാധനങ്ങൾ നമ്മളെല്ലാവരും വ്യക്തിപരമായി ഞാനോ നിങ്ങളോ അല്ലെങ്കിൽ സംസാരിക്കുന്ന കാര്യങ്ങൾ ഇവർ തമ്മിലുള്ള എന്തായിരുന്നു എങ്ങനെയായിരുന്നു എന്നൊന്നും നമുക്ക് അറിയില്ലല്ലോ. നമ്മൾ ഏകപക്ഷീയമായിട്ടല്ലേ ഇത് കേട്ടിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു കുറച്ച് നേരം ദൈർഘ്യമുള്ളൊരു സംഭാഷണം കേട്ടു അല്ലെങ്കിൽ അതൊന്നും കേട്ടൊരു കൺക്ലൂഡഡ് ആയിട്ടൊരു ആൻസർ പറയുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിനെപ്പറ്റി നമുക്കൊരു അഭിപ്രായം പറയുക എന്ന് പറയുന്നത് സാധ്യമല്ല. വിമർശനങ്ങൾക്ക് രാഷ്ട്രീയത്തിൽ അങ്ങനെ വലിയ പ്രശ്നങ്ങളുണ്ടാകും. പക്ഷേ എനിക്ക് തോന്നിയൊരു കാര്യം ഉണ്ടായപ്പോൾ കോൺഗ്രസ് പാർട്ടിയിൽ തന്നെ എത്രയധികം ആളുകൾ ഒരു വിമർശനത്തിനോട് തന്നെ അതികഠിനമായി പ്രതികരിച്ചു, എത്ര കാര്യം അവരുടെ നിലപാട് പറഞ്ഞു എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ്. പലയിടത്തും രക്ഷിച്ചു പിടിക്കാനുള്ള കാര്യങ്ങളുണ്ടാകുമ്പോൾ ഇവിടെ തന്നെ എത്രയോ ആളുകൾ പൊടുന്നതിന് തന്നെ കേട്ട പാടി തന്നെ അതിനോട് കൃത്യമായിട്ട് റിയാക്ട് ചെയ്യുകയും അതിനുവേണ്ട തീരുമാനങ്ങൾ എടുക്കുകയൊക്കെ ചെയ്തു എന്നുള്ളത് വളരെ സ്വാഗതാർഹമായിട്ടുള്ള കാര്യമായിട്ടാണ് തോന്നുന്നത് എനിക്ക്. രാഹുലിനെ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. രാഹുൽ MLA സ്ഥാനം രാജിവെക്കണമെന്നൊരു അഭിപ്രായം ഒരു വിഭാഗം പറയുകയും ചെയ്യുന്നു. കേസ് പ്രൂവ് ചെയ്യുന്നത് വരെ അതിന്റെ കാര്യങ്ങളില്ലെന്ന് തോന്നുന്നു. അത് ഇതിനു മുമ്പ് ഉണ്ടായിട്ടാണ്. നമ്മളെപ്പോഴും ഒരു പ്രശ്നം ഉണ്ടാകുമ്പം ഇതൊരു ആദ്യത്തെ ഇഷ്യൂ അല്ലേ, ഇതിനു മുമ്പ് തൊട്ട് പല കാലങ്ങളിൽ പലതരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടായതുകൊണ്ട് എല്ലാവരും പണ്ട് തൊട്ട് റെഫറൻസ് എടുക്കും. അന്നങ്ങനെ ചെയ്തിട്ടില്ലല്ലോ, പിന്നെന്താ ഇങ്ങനെ ചെയ്യേണ്ടതെന്നുള്ള ചോദ്യം ഉണ്ടാകുന്ന രീതിയിൽ ഇതിങ്ങനെ കാലാകാലങ്ങളായിട്ട് വരുന്നൊരു
ശീലത്തിന്റെ ബാക്കിയായിട്ടല്ലേ നിൽക്കുള്ളൂ. അപ്പം അയാൾ ചെയ്തില്ലല്ലോ, ഇയാൾ ചെയ്തില്ലല്ലോ, മറ്റയാൾ ചെയ്തില്ലല്ലോ എന്നുള്ള ചോദ്യം വെക്കുന്നിടത്തോളം നമുക്കിതിന് പ്രസക്തിയില്ല. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഇതിനൊരു തീരുമാനം ഉണ്ടാകണം. ഇതിപ്പോൾ ഒരു ആരോപണം പ്രത്യാരോപണം എന്നുള്ളതിനപ്പുറം ഒരു തീരുമാനമാകുന്നത് വരെ നമുക്കതിനകത്ത് ഒരു നിലപാടെടുക്കണമെന്ന് വേട്ടയാടൽ പാടില്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇത് പൊളിറ്റിക്സ് അല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വേട്ടയാടപ്പെടും. അത് അല്ല, ആരോപണങ്ങൾ ഉണ്ടായാലും പാർട്ടിക്ക് എന്നല്ല വ്യക്തിക്ക് എന്നല്ല എന്തിലും നമുക്കുണ്ടാകാം, എല്ലാത്തരം ഡാമേജും ഉണ്ടാവുമല്ലോ. പാർട്ടിക്ക് എന്നല്ല വ്യക്തിക്ക് ഉൾപ്പെടെ എല്ലാവർക്കും ഡാമേജ് ഉണ്ടാകും ആരോപണങ്ങൾ ഉണ്ടാകുമ്പോൾ. പക്ഷേ ആരോപണങ്ങളാണല്ലോ അത് വളരെ പ്രൂവിയായിട്ട് വളരെ അത് പറയും, അതെല്ലാവരും സുഹൃത്തുക്കളാണ്, അവരെല്ലാവരും ഒന്നിച്ച് നടക്കുന്നവരാണ്. അപ്പോൾ അങ്ങനെ തന്നെ പറയുള്ളൂ. ഒരു സർവ്വനാമം ചേർത്തേ പറയുള്ളൂ. ഏതെങ്കിലും ഒരു മാധ്യമ പ്രവർത്തന പ്രശ്നം ഉണ്ടായാലും അടങ്കല്ലേ പറയുള്ളൂ. ഇപ്പം ഞാൻ ഒരിക്കൽ വിളിച്ചിരുന്നു, സംസാരിച്ചിരുന്നു, അത്രേ ഉള്ളൂ. ഉണ്ട്. അല്ല, അത് കാണുന്ന ഇത് ഇപ്പം ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ഉമ്മൻചാണ്ടി സാറിൻ്റെ കാലത്ത് 2-2.5 കൊല്ലം ഇതുപോലെയുള്ള പ്രതിഷേധങ്ങളും റോട്ടിൽ വെച്ചിട്ടുള്ള കല്ലേറും തടഞ്ഞു നിർത്തലും നിയമസഭ സമീപിക്കലും ഒക്കെ കണ്ടിട്ടുള്ള ആൾക്കാരാണല്ലോ. ഞാൻ അതാ പറഞ്ഞു, ഇതൊന്നും ഒരു ആദ്യമായിട്ടുണ്ടായൊരു സംഭവം പോലല്ല. ഇതൊരു എന്ത് നമ്മൾ പറഞ്ഞാലും മുമ്പുണ്ടായ കാര്യങ്ങളെ രണ്ട് പാർട്ടിക്കാർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനുണ്ട്. ഇത് തുരുത്തലുകളൊക്കെ തുടങ്ങണമെങ്കിൽ എവിടുന്നോ തുടങ്ങണമായിരുന്നു. അതുകൊണ്ട് കൺക്ലൂഷൻ ആകുന്നത് വരെ, ഒരു തീരുമാനമാകുന്നത് വരെ, ഇനി വിധി വരുന്നതെന്ന് വരെ എന്ന് പറയാൻ പോലും ഒരു കേസ് പോലും ഇല്ലെന്നാണ് എൻ്റെ അറിവ്. പിന്നെ ഇത് എവിടുന്ന വിധി വരുന്നതെന്ന് എനിക്കറിയത്തില്ല. അതാണ് അത് നമ്മൾ അന്ന് വിവാദം വന്നപ്പോഴും ഞാൻ അത് തന്നെയാണ് പറഞ്ഞത്. ആരോപണങ്ങളാണ് വന്നതെന്ന് നമുക്കും പറയാൻ പറ്റുന്നുള്ളൂ, അല്ലേ? എല്ലാം ഉണ്ടായി. അത് അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് അല്ലല്ലോ. അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ഉമ്മൻചാണ്ടി സാറിൻ്റെ വിഷയമായിരുന്നോ? അതല്ലല്ലോ വിഷയം ഉണ്ടായിരുന്നല്ലോ. അത് കാരണത്തിന് വരാൻ കഴിഞ്ഞിട്ടില്ല. കേന്ദ്രത്തിൽ കേസ് വല്ലതും ഉണ്ടായിട്ടാണോ 10 കൊല്ലം ഇല്ല? അപ്പം അതല്ലല്ലോ, അതുകൊണ്ടല്ല 10 കൊല്ലം. അത് മാറിയിരിക്കുന്നതിനും മാനിപ്പുലേഷൻ്റെ ഭാഗമായിട്ട് ആളുകൾക്ക് മാറുന്നതിനും കോവിഡ് സമയത്തുള്ള ഇലക്ഷനായിരുന്നു. അങ്ങനെ പല കാരണങ്ങളും കൊണ്ടാണ്. അപ്പോൾ കലോത്സവത്തിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്ക്, ഇപ്പോൾ നടന്ന കലോത്സവത്തിൽ പങ്കെടുത്ത നിങ്ങൾക്കും നന്ദി. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.